സ്തുതി. എൻ്റെ പേര് ജോസഫ്. ഞാൻ ചാഞ്ഞടി ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് ക്യാൻസറിൻ്റെ അസുഖത്തിന്, അതായത് എൻ്റെ മൂന്നേല് ഗ്രന്ഥിക്ക് അസുഖമായിരുന്നു. അത് ഓപ്പറേഷൻ ചെയ്തപ്പോൾ 3-4 ഞരമ്പ് ഇങ്ങനെ എടുത്ത് എനിക്ക് വായ്ക്ക് കോട്ടമൊക്കെ ഉണ്ടായി. എൻ്റെ കൈ പൊക്കുന്നതിന്, വലതുവശത്തെ കൈ പൊക്കുന്നതിന് പ്രയാസം ഉണ്ടായിരുന്നു. ഫിസിയോതെറാപ്പി ചെയ്തിട്ടും കൈ പൊക്കുമ്പോൾ വേദന ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇന്ന് ബ്രദർ പറഞ്ഞു പടലിക്ക് വേദന ഉള്ളവരുടെ വേദന വന്നു പറഞ്ഞു. പിന്നെ എന്നിപ്പം ദൈവം സ്പർശിച്ചായിട്ട് പോകുന്നു. എനിക്കിപ്പം കൈ വെക്കുന്നതിന് വലിയ സാധാരണ വെക്കുമ്പോൾ വേദന ഉണ്ടാകുമായിരുന്നു. പിന്നെ ശ്വാസവർഷ സമയത്ത് അച്ഛന് എൻ്റെ കണ്ണടയുന്നതിൻ്റെ പ്രയാസത്തിന് കണ്ണിത്തൊട്ട് പ്രാർത്ഥിച്ച് 9 മണിക്കൂർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇവിടെ വന്ന് ആരാധന വിടാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കണ്ണിനുള്ള അസ്വസ്ഥതകളെല്ലാം മാറി. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് ആരാധന, ദൈവത്തിന് സ്തോത്രം. കണ്ണടയ്ക്കാനായിട്ട് സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു. ഇവിടെ വന്നപ്പോൾ 9 മണിക്കൂർ വന്ന് ആരാധനയിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്രകാരം ചെയ്തു. അപ്പോൾ കണ്ണിനെ ബാധിച്ചിരുന്ന കണ്ണടയ്ക്കാൻ മേലാതെ ഇരിക്കുക, അല്ലെങ്കിൽ സ്റ്റിച്ച് ഇടണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണിന്, അല്ലെങ്കിൽ കണ്ണിന് കേടാകും. അതുകൊണ്ട് കണ്ണ് തുറന്നിരിക്കുകയായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് കണ്ണ് അടയ്ക്കുവാനും തുറക്കുവാനും സാധിക്കുന്ന അവസ്ഥയിലെത്തി ലോകത്തിന് പ്രകാശമായ ഈശോയെ നോക്കിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ, തുടർന്ന് ഇന്നത്തെ ആരാധനയിൽ പിടലിയുടെ വേദന ഇവക്കുവാനുള്ള ബുദ്ധിമുട്ടുകൾ ഒരാളെ സ്പർശിച്ചിരിക്കുന്നു, സുഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതായ വചനം റാഫേൽ ബ്രദറിലൂടെ വചന ശുശ്രൂഷ സമയത്ത് നൽകപ്പെട്ടപ്പോൾ അത് താനാണ് എന്ന് വിശ്വസിച്ചു. കൈ പൊക്കി നോക്കി, കൈ ഉയർത്താൻ പറ്റി. ഇത്രയും നാൾ ഉയർത്തിയതിനെ പോലെയല്ല. അപ്പോൾ വേദനകളൊന്നുമില്ലാതെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഉയർത്താനായിട്ട് സാധിച്ചു. ദൈവമാണ് തൻ്റെ കൈ ഉയർത്തിയതും താഴ്ത്തുന്നതും എന്ന് മനസ്സിലാക്കി ദൈവത്തിന് സാക്ഷ്യം പറയുകയായിരുന്നു, ദൈവത്തിന് മുൻപിൽ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. നമുക്ക് ഈ മകനോടൊപ്പം ദൈവം പരിപൂർണമായിട്ടും ആ ക്യാൻസറസ് മാറ്റിക്കളഞ്ഞതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ.